നമസ്കാരം. മലയാളത്തിൻ്റെ മഹത്വം നമ്മുടെ ഹിന്ദിയേക്കാളൊക്കെ എത്രയോ കാലപ്പഴക്കമുള്ള ഒരു ഭാഷയാണ് മലയാളം. വലിയ പാരമ്പര്യമുണ്ട്. ഇന്ന് നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഗ്രേപ്സിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ഓൾമോസ്റ്റ് റെഗുലർ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സുള്ള ലാംഗ്വേജൊക്കെ നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ലാംഗ്വേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ ഹിന്ദി അഡോപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വരും. ഇപ്പോൾ തമിഴും കന്നഡയും മലയാളവും പിന്നെ അറബിക്, ഇംഗ്ലീഷ് നോർമലി ഉണ്ട്. അവിടെ ചെറിയൊരു തർക്കമുണ്ട് കേട്ടോ. നമ്മുടെ തമിഴാണോ ആദ്യം സോഫ്റ്റ്വെയറിലേക്ക് വരേണ്ട, ഹിന്ദിയാണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും ഗ്രേപ്സിൽ MIS കയറിയതിന് ശേഷം പിന്നീട് ഏറ്റവും ആദ്യം നമ്മൾ ആഡ് ചെയ്തത് തമിഴാണ്. അതെന്തുകൊണ്ടാണ്? അതിനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. ഇന്ന് ഇന്ത്യയിൽ മനുഷ്യർ സംസാര ഭാഷയായി ഉപയോഗിക്കുന്നതിലെ ഏറ്റവും പഴക്കമുള്ള ലാംഗ്വേജ് തമിഴാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ പ്രാചീനമായ ഭാഷയാണ് തമിഴ് എന്നതുകൊണ്ട് അതിന് തുല്യമായി നിൽക്കാൻ ഇന്ത്യയിൽ മറ്റൊരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, സംസ്കൃതം. ഇത് രണ്ടും ഏകദേശം പ്രാചീന കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നതാണ്. 3500 കൊല്ലത്തിൻ്റെ പഴക്കം സംസ്കൃതത്തിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ്. എന്നാൽ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ തമിഴും സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിലും ഏതാണ്ട് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തമിഴ് പുസ്തകങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സംസ്കൃതത്തിന് അല്പം കൂടെ ഇമ്പോർട്ടൻസ് നമ്മളോട് കൊടുക്കും. പക്ഷേ ഇന്ന് മനുഷ്യർ സംസാരിക്കുന്നതിനായിട്ട് സംസ്കൃതം ഉപയോഗിക്കാത്തത് കൊണ്ട് മനുഷ്യർ സാധാരണ സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രാചീനമായ ലാംഗ്വേജ് തമിഴാണ്. ഈ മലയാളത്തിനൊരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് തമിഴിൻ്റെ സംസാര ശൈലികളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കൃതത്തിൻ്റെ സാഹിത്യ ശൈലിയെ കൂട്ടിച്ചേർത്ത് തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഏറ്റവും മനോഹരമായതിനെല്ലാം ഉൾക്കൊണ്ട് ആണ് നമ്മുടെ മലയാളം രൂപപ്പെട്ടത്. പിന്നീട് യൂറോപ്യൻസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് പറഞ്ഞ മലയാളം ഒരുപാട് വൈഡായി ഹിന്ദി വളർന്നതുപോലെ തന്നെ. പക്ഷെ മലയാളം രൂപപ്പെട്ട് കഴിഞ്ഞും പിന്നെ ഒരു 8 നൂറ്റാണ്ടുകൾ കൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കാണുന്ന എത്രയോ പ്രചാരമുള്ള ഹിന്ദി രൂപപ്പെട്ടത്. ഇപ്പോൾ ദ്രാവിഡ് ലാംഗ്വേജസ് നമ്മൾ അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ പലതും രൂപപ്പെട്ടതിന് ശേഷമാണ് ഇൻഡോ ആര്യൻ ലാംഗ്വേജുകൾ സംസ്കൃതത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മളീ പറഞ്ഞ 4 ലാംഗ്വേജുകളിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഹിന്ദിയാണ്. അതുകൊണ്ട് ഏറ്റവും റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ ഹിന്ദിയും കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും EHR ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നമ്മളുടെ സാധാരണ ലാംഗ്വേജുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്വാഭാവികമായിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. WHO നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇന്നും മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമ്മളെ നിർദ്ദേശങ്ങൾ തന്ന് മുമ്പോട്ട് നയിക്കുന്നത് WHO ആണ്. അതേ കണക്ക് തന്നെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷൻ മൂലം നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് NABH സഹായിക്കുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റമോ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിനെ ബേസിക് ലാംഗ്വേജ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ ജോബുകളിലേക്ക് വരുന്ന വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ലോക്കൽ ലാംഗ്വേജിലേക്കും കൂടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ എത്തിക്കുന്നതിനുള്ള ശ്രമമായിട്ടാണ് നമ്മുടെ MIS ബർഗർ മെനു ലെഫ്റ്റ് സൈഡിലുണ്ട്. അത് അറബിക്കിലായിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരിക.
സോ അവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. സെറ്റിങ്സിൽ നിന്ന് നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും.